തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ അന്വേഷണ റിപ്പോർട്ട് താൻ കണ്ടിട്ടില്ലെന്ന് മന്ത്രി കെ രാജൻ. അനാവശ്യ വിവാദങ്ങൾക്ക് പിന്നാലെ പോയി സമയം കളയാനില്ല എന്നാണ് മന്ത്രിയുടെ പ്രതികരണം. എൻ്റെ മുമ്പിലേക്ക് ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാനൊരു ഓഫീസ് ഹോൾഡ് ചെയ്യുന്ന ആളാണ്. കേരളത്തിൻ്റെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. എൻ്റെ മുമ്പിലേക്കോ കേരളത്തിൻ്റെ ക്യാബിനറ്റിൻ്റെ മുമ്പിലേക്കോ ഇപ്പോൾ ആ റിപ്പോർട്ട് വന്നിട്ടില്ല. ഞാനാണ് ഇതിൻ്റെ ഒന്നാം പ്രതി എന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ പ്രതികരിക്കാൻ എനിക്കിപ്പോൾ എന്തായാലും ഒഴിവില്ല. അങ്ങനെയുള്ള വാർത്തകളോട് പ്രതികരിക്കുന്ന ശീലം എനിക്കില്ല. അനാവശ്യമായിട്ടുള്ള ഒരു വിവാദം ഉണ്ടാക്കാൻ ആരെങ്കിലും ചൂണ്ടയിട്ടാൽ അതിൽ കൊത്തുന്ന ശീലം വ്യക്തിപരമായി എനിക്കില്ല, അതിൻ്റെ കാര്യവുമില്ല. അതിനൊന്നും അഭിപ്രായം കളഞ്ഞും അതിൻ്റെ പിന്നാലെ പോയി നേരം കളയാനുള്ള ഒഴിവ് ഇപ്പോൾ തൽക്കാലം ഇല്ല. പൂരം കലക്കലിന് പിന്നിൽ ജില്ലാ കളക്ടർ ആണെന്നാണ് CPI നേതാവ് VS സുനിൽകുമാർ ഇന്നലെ ആരോപിച്ചത്. ശ്രീജിത്ത് ശ്രീകുമാരൻ വിവരങ്ങളുമായി. ശ്രീജിത്ത്, ഈ റിപ്പോർട്ടിന്റെ വിവരങ്ങളൊക്കെ കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടിരുന്നതാണ് വിശദമായി തന്നെ. അതിൽ പോലീസിന്റെ ഭാഗത്ത് മനഃപൂർവ്വമായ വീഴ്ചയില്ല, ADGP അജിത് കുമാറിനെതിരെയൊന്നും പരാമർശങ്ങളുമില്ല. ഈ വിഷയം നമുക്കറിയാം, CPI അന്ന് വളരെ ഗുരുതര സ്വഭാവത്തിലൊക്കെ ഉന്നയിച്ചതുമാണ്. അതിലാണ് മന്ത്രിയുടെ പ്രതികരണം നമ്മൾ കണ്ടത്. ഒപ്പം VS സുനിൽകുമാറിന്റേതും. തീർച്ചയായും VS സുനിൽകുമാർ മാത്രമല്ല, ഇന്നലെ VS സുനിൽകുമാർ പറഞ്ഞതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇന്ന് BJPയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ ആണ് ഒരു പ്രതികരണം നടത്തിയത്. അങ്ങനെ കളക്ടറാണ് ഉത്തരവാദിയെങ്കിൽ 100% ഉറപ്പ്. അതിൻ്റെ ഒന്നാം പ്രതി മന്ത്രി കെ രാജൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായത്. അതിനെ തുടർന്നാണ് മന്ത്രിയുടെ ഒരു പ്രതികരണം നമ്മൾ ഇന്ന് തേടിയത്. എന്തായാലും ആ പ്രതികരണത്തിൽ മന്ത്രി വ്യക്തമാക്കുന്നത് താൻ ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, അങ്ങനെ ഒരു റിപ്പോർട്ടുണ്ട് എന്ന് മാധ്യമങ്ങളിലൂടെ മാത്രമാണ് അറിഞ്ഞത്. അതിൻ്റെ ഒരു കോപ്പി എന്തെങ്കിലും നിങ്ങളുടെ കൈവശമുണ്ടോ എന്ന് മാധ്യമങ്ങളോട് മറുചോദ്യം ചോദിച്ചിരിക്കുകയാണ് മന്ത്രി കെ രാജൻ. അത്തരത്തിൽ സാധാരണ റിപ്പോർട്ടുണ്ടെങ്കിൽ അത്തരത്തിൻ്റെ റിപ്പോർട്ടിൻ്റെ കോപ്പിയൊക്കെ നിങ്ങൾക്ക് ലഭിക്കുമല്ലോ. അങ്ങനെ ഒരു റിപ്പോർട്ട് ഉണ്ട് എന്നും ഇല്ല എന്നും പറയാൻ മന്ത്രി തയ്യാറായില്ല. അത് അനാവശ്യ വിവാദമാണ്. തെരഞ്ഞെടുപ്പ് സമയം അടുക്കുമ്പോഴേക്കും പൂരം എന്ന തരത്തിലുള്ള വിവാദം, പൂരം കലക്കൽ വിവാദം കൊണ്ടുവരുന്നത് ആരുടെ ലക്ഷ്യമാണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നാണ് മന്ത്രി കെ രാജൻ പറഞ്ഞു വെക്കുന്നത്. എന്തായാലും മന്ത്രി വിവാദത്തിനില്ല. CPI നേതാവ് VS സുനിൽകുമാർ ഇന്നലെ തിരുവമ്പാടി ദേവസ്വത്തെ മാത്രം പ്രതിയാക്കുന്നതിൽ തനിക്ക് യോജിപ്പില്ല. അതിൽ RSS അനുഭാവമുള്ള ചില ആളുകൾ തിരുവമ്പാടി ദേവസ്വത്തിലുണ്ട്. അവരാണ് ഇത്തരത്തിൽ ഈ പൂരം കലക്കലിന് നേതൃത്വം നൽകിയത്. ദേവസ്വത്തെ അതിൽ പ്രതികരിക്കുന്നതിൽ തനിക്ക് നിലപാടില്ല എന്ന് കൃത്യമായ രീതിയിൽ പറഞ്ഞിരുന്നു. എന്തായാലും മന്ത്രിയുടെ പ്രതികരണം ഇതാണ്: തനിക്ക് ആ റിപ്പോർട്ട് കണ്ടിട്ടില്ല, അതിനുശേഷം നമുക്ക് പ്രതികരിക്കാം. ഇല്ലാത്ത ഒരു റിപ്പോർട്ടിൻ്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കാനോ അല്ലെങ്കിൽ മറുപടി പറയാനോ താനില്ല എന്നാണ് റവന്യൂ മന്ത്രി കെ രാജൻ വ്യക്തമാക്കുന്നത്. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ ഈ വിഷയം ഒരിക്കൽ കൂടി സജീവമാകുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത് ശ്രീജിത്ത്? ഒരു തർക്കവുമില്ല അനുജ. BJP നേതാവ് അഡ്വക്കേറ്റ് B ഗോപാലകൃഷ്ണൻ അല്പസമയം മുൻപാണ് മാധ്യമങ്ങളെ ഇന്ന് തൃശ്ശൂരിൽ വെച്ച് കണ്ടത്. അദ്ദേഹം പറഞ്ഞത് തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കാനാണ് ഉദ്ദേശമെങ്കിൽ, തിരുവമ്പാടി ദേവസ്വം ഭാരവാഹികളെ പ്രതി ചേർക്കാനാണ് ഉദ്ദേശമെങ്കിൽ ശക്തമായ സമരവുമായി മുന്നോട്ട് പോകുമെന്നാണ് BJP പറഞ്ഞത്. അവരെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അതായത് പൂരം കലക്കലുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഏറ്റവും കൂടുതൽ ഗുണഫലമായി സുരേഷ് ഗോപിക്ക് ലഭിച്ചതാണ്. അതൊരു തെരഞ്ഞെടുപ്പിൽ വലിയ നേട്ടമുണ്ടാക്കിയതാണ്. സ്വാഭാവികമായി ഈ സമയത്താണ് ഇത്തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് പറയുന്നത്. സ്വാഭാവികമായി അതെല്ലാം തന്നെ തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ, തിരുവമ്പാടി ദേവസ്വത്തെ മാത്രം പ്രതി ചേർത്ത് അതിൽ നിന്ന് അജിത് കുമാറിനെയും അതുപോലെ തന്നെ മറ്റാളുകളെയും ഒഴിവാക്കി കേവലം പോലീസിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ട്, ജില്ലാ ഭരണകൂടത്തിന് സർക്കാരിന് ക്ലീൻ ചിറ്റ് നൽകിക്കൊണ്ടുള്ള ഒരു റിപ്പോർട്ട് നൽകുകയാണെങ്കിൽ ശക്തമായ സമരം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തിനൊപ്പമാണ് BJP എന്ന് പറഞ്ഞിട്ടുണ്ട്. തിരുവമ്പാടി ദേവസ്വത്തെ പ്രതി ചേർക്കാൻ അനുവദിക്കില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല, ആ ഒരു നിലപാട് ശരിയല്ല എന്ന് DCC പ്രസിഡന്റും അറിയിച്ചിട്ടുണ്ട്. അനുജ, അതാണ് തൃശൂർ പൂരം കലക്കൽ അന്വേഷണ റിപ്പോർട്ട്. അതിന്മേലുള്ള തുടർ പ്രതികരണങ്ങൾ, വിശദാംശങ്ങളാണ് ശ്രീജിത്ത് ശ്രീകുമാരൻ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.